അത് ആവേശത്തിന്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ വൺസ് അഗൈൻ ഇന്നലത്തെ ആ ഒരു രോമാഞ്ചം ഇതുവരെ മാറിയിട്ടില്ല. ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ പോലും ഇതൊക്കെയാണ് മൈൻഡിലോട്ട് വരുന്നത്. ഇന്നലത്തെ ആ ഒരു ഹാങ് ഓവർ സ്റ്റിൽ ഉറക്കം എണീറ്റിട്ടും എനിക്ക് ആ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ലെന്നുള്ളതാണ്. അത്രയും ഒരു സന്തോഷം തന്ന ഒരു മാച്ച് ഉണ്ടായിട്ടില്ല. ഇന്നലത്തെ മാച്ചാണ് ഈ T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മാച്ച്. സാധാരണ ഒരു വേൾഡ് കപ്പ് പോലുള്ള ഒരു ടൂർണമെന്റ് വരുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ആയിരിക്കും ഏറ്റവും ടോപ്പ് കാണുന്ന മാച്ച്. പക്ഷെ ഇന്നലത്തെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ച് 510 മില്യൺ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു റീസൺ ഇന്ത്യക്ക് അതൊരു ഡു ഓർ ഡൈ മാച്ചാണ്. തോറ്റു കഴിഞ്ഞാൽ പുറത്താണ്. രണ്ടാമത്തെ റീസൺ സഞ്ജു ആണ്. സഞ്ജുവിന്റെ ഫാൻ ബേസ് ഭയങ്കരമാണ്. അത് മലയാളികൾ മാത്രമല്ല, ഓൾ ഇന്ത്യ എടുത്ത് നോക്കുവാണെങ്കിലും സഞ്ജുവിന്റെ ഫാൻ ബേസ് ബാക്കി എല്ലാവരെക്കാളും മുകളിൽ നിൽക്കും. പക്ഷെ ഇന്നലത്തെ ഒരു മാച്ച് അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എല്ലാവർക്കും ആ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് നെഞ്ചി തറച്ചു കയറിയ ഒരു മാച്ചാണ്. നമ്മൾ ഈ ചവിട്ടി താക്കുന്നവൻ കയറി വരുമ്പോൾ ഒരു 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 അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, അതാണ് ഇന്നലെ ആ കളി കണ്ടോട്ട് നമുക്ക് കിട്ടിയത് ഓരോരുത്തർക്കും. ഇനി ഫിനിക്സ് പക്ഷി എന്നുള്ളത് വെട്ടിയിട്ട് സഞ്ജു സാംസൺ എന്ന് ഇടേണ്ട അവസ്ഥയാണ്. കാര്യം ഫിനിക്സ് പക്ഷി പോലും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കാണത്തില്ല. അതുപോലെ ഒരു മാച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ലിവിങ് എക്സാമ്പിൾ ആയിട്ട് പുള്ളിയെ കൂട്ടാം. ഇനി തൊട്ട് ചവിട്ടി താഴ്ത്തിക്കോ, എത്ര വേണമെങ്കിലും ചവിട്ടി താഴ്ത്തിക്കോ, ഞാൻ പുഞ്ചിരിച്ച് തന്നെ നിൽക്കും. പക്ഷെ എൻ്റെ ഒരു സമയം വരും, അന്ന് ഞാൻ കയറി വരും. അന്ന് വിമർശിച്ചവർക്കും പുച്ഛിച്ചവർക്കും കളിയാക്കിയവർക്കും ഒക്കെ മറുപടി കൊടുക്കും എന്ന് ബാറ്റ് കൊണ്ട് എഴുതി കാണിക്കുന്ന ഒരു മാച്ച്. അതിൻ്റെ ആ കളിക്ക് ശേഷം പുള്ളിയുടെ ആ ഒരു സെലിബ്രേഷനും ഭയങ്കര ഇമോഷണലാണ്. ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ബാറ്റിന് ഉമ്മ വെക്കുന്നു, മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ലിറ്ററലി പുള്ളി കരഞ്ഞെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചാരു പുള്ളിയുടെ വൈഫ് വിളിക്കുന്നു. മൊത്തത്തിലൊരു ഇമോഷണൽ ആയ ഒരു മാച്ച് ഈ അടുത്തിടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇന്നലത്തെ ആ ഒരു കളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഈ ഒരു സാധനം സത്യം പറയാലോ, സൂര്യകുമാറിന്റെ ആ ഒരു മറ്റേ ചിരിച്ചു കൊണച്ചിട്ടുള്ള ഒരു പ്രസ് മീറ്റ്, അതിനകത്ത് മീഡിയ ചോദിക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് സഞ്ജുവിനെ ഇറക്കുമോ എന്ന് മീഡിയ ചോദിക്കുന്ന സമയത്ത് സൂര്യകുമാറിന്റെ ഒരു മറുപടി ചിരിച്ചുകൊണ്ട് തിലകിനെ മാറ്റണോ, ഇഷാനെ മാറ്റണോ, സഞ്ജുവിനെ ഇറക്കാൻ പുച്ഛിച്ച് തള്ളുന്ന തരത്തിലുള്ള ഒരു മറുപടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സൂര്യകുമാറിനെ പോലും ഒരാള് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ തഴയപ്പെട്ട് 10-30 വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കയറിയ വ്യക്തിയാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് 20 വയസ്സിൽ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ സൂര്യകുമാറിന്റെ അവസ്ഥ അതല്ല. IPL-ലൊക്കെ ടോപ്പ് പെർഫോമൻസ് നടത്തിയ സമയത്തും ഇന്ത്യൻ ടീമിലോട്ട് വിളിക്കുന്നില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മുംബൈക്ക് വേണ്ടിയിട്ട് ഒരു കളി RCBക്ക് എതിരെയാണെന്ന് തോന്നുന്നു, ആർക്കെതിരാണെന്ന് ഓർമ്മയില്ല, അടിച്ച് ജയിപ്പിച്ചിട്ട് സൂര്യകുമാർ ഗ്രൗണ്ടിൽ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് BCCIയുടെ മുഖത്തടിച്ച പോലെ റിപ്ലൈ കൊടുത്തൊരു മനുഷ്യനാണ്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് കയറി വന്നൊരു വ്യക്തിയാണ്. അപ്പം സഞ്ജുവിനെ പോലുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് സൂര്യകുമാർ. അങ്ങനെ ഒരു വ്യക്തി പുച്ഛിച്ച് തള്ളുന്ന തരത്തിൽ ഒരു പ്രസ് മീറ്റ്, അതിനുശേഷമാണ് കാര്യങ്ങൾ മൊത്തം തകിടം മറിഞ്ഞത്. ടോപ്പ് ഓർഡർ തകരുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് 0 മുട്ടയിടുന്നു, അഭിഷേക് ഔട്ട് ഓഫ് ഫോമിലാവുന്നു. പിന്നീട് നടന്നറിയാമല്ലോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ, സഞ്ജുവിനെ കളിപ്പിക്കുന്ന സമയത്തും എല്ലാവരും ഓക്കെ, രവിശാസ്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്താണ്, അവന് ചെറിയൊരു ഇന്നിങ്സ് ആണെങ്കിലും അത് ഇമ്പാക്ട്ഫുൾ ആണ്, അവൻ ചെറിയ ഇന്നിങ്സ് കളിച്ചാൽ മതി. ഇതേ എല്ലാവരും സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോഴും നമ്മുടെ ഉള്ളിൽ നല്ലൊരു തുടക്കം കിട്ടിയിട്ടും എന്തുകൊണ്ട് സഞ്ജുവിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? ഒരു 50 ഒരു 30 ഒന്ന് അടിച്ചിട്ട് പോകും, 20-25 അടിക്കാതെ. ഇതാണ് T20 ഒരു 30 ആണല്ലോ ഒരു നല്ല സ്കോർ എന്നുള്ള രീതിയിൽ ആ കണക്കാക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഇതുപോലൊരു മാച്ച്, ഒരു 97 റണ്ണ്. സ്വപ്നമാണോ കാണുന്നത്, അതോ ഇനി വേറെന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും മനസ്സിലാക്കാത്ത പോലെയുള്ള ഒരു ഇന്നിങ്സ്. അതും 97 അൺബീറ്റൺ, കളി തുടക്കം തൊട്ട് ഒടുക്കം വരെ അടിച്ച് ജയിപ്പിച്ചിട്ടാണ് ക്രീസ് വിടുന്നത്. അങ്ങനത്തെ ഒരു മാച്ച്, ഡ്രീം മാച്ച്. ഇനി എത്ര കളി ഇനി സഞ്ജു അടിച്ച് ജയിപ്പിച്ചാലും ഈ ഒരു മാച്ചിന്റെ താഴെ വരുത്തുള്ളൂ. ഇനി എത്ര സെഞ്ചുറി അടിച്ചാലും ഈ 97ന്റെ താഴെ വരുത്തുള്ളൂ. ഈ 97 നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യ 2011 വേൾഡ് കപ്പ് കിട്ടുന്ന സമയത്ത് ഒരു 97 റൺ അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോച്ച് ഗൗതം ഗംഭീർ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് നോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു നോക്കാണ് അന്നത്തെ ഗംഭീറിന്റെ നോക്ക്, 97 റണ്ണ്. അതുപോലെ ഒരു 97 ആണ് ഇന്നലെ സഞ്ജു അടിച്ചത്. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ 2 തവണയാണ് ചേസിങ്ങിന് ഇറങ്ങിയത്. ആദ്യത്തെ തവണ സൗത്ത് ആഫ്രിക്ക ഇറങ്ങി, ടോപ്പ് ഓർഡർ തകർന്നപ്പോൾ തന്നെ ബാക്കി പിന്നാലെ വന്ന എല്ലാവരും തകർന്ന് തരിപ്പണമായി. വിരാട് കോഹ്ലിയെ പോലെ ഒരു മാച്ച് കളിക്കാൻ അന്ന് എല്ലാവരും വിരാട് കോഹ്ലി. കാര്യം ആ മനുഷ്യന്റെ ഒരു വില ഇത്രയും നാൾ ഇന്ത്യ
ചേസ് ചെയ്തത് ഈ ഒരൊറ്റ മനുഷ്യന്റെ തോളിലേറിയായിരുന്നു. ഒരു 90% മാച്ച് ഇന്ത്യ ചേസ് ചെയ്യൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് വിരാട് കോഹ്ലിയുടെ പങ്കുണ്ട്. ആ ഒരു മനുഷ്യന്റെ വില അന്നാണ് അറിഞ്ഞത്. സെയിം സിറ്റുവേഷൻ സൗത്ത് ആഫ്രിക്കയുടെ കൂടെ ഇന്ത്യ 30-31-ന് 4 എന്നുള്ള രീതിയിൽ തകർന്ന സമയത്ത് വിരാട് കോഹ്ലിയെ പോലൊരു പ്ലെയർ അവിടെ ഇല്ലാതിരുന്നു. പാകിസ്ഥാനെതിരെ കഴിഞ്ഞ വട്ടം സെയിം തകർന്നു നിന്ന സമയത്താണ് വിരാട് കോഹ്ലി ഒരു പ്രതീക്ഷയില്ലാത്തിടത്ത് നിന്ന് ആ കളി അടിച്ച് ജയിച്ചത്.